AK അഭിലാഷ്, മണ്ണിനടിയിൽപ്പെട്ടയാളെ ജീവനോടെ രക്ഷിക്കാനായുള്ള ശ്രമങ്ങൾ അത് വിഫലമാവുകയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതണം. വിഫലമായി എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവനില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാവുന്നത്. അയാളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാര്യമായ ആഘാതം ഏറ്റിട്ടുണ്ട്. കാരണം വലിയ തരത്തിലുള്ള മൺകെട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തെത്തിച്ചിരിക്കുന്നു, സ്ട്രെച്ചറിലേക്ക് മാറ്റിയിരിക്കുന്നു. ജീവനില്ല എന്ന് ഏതാണ്ട് ഉറപ്പാകുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണുള്ളത്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമല്ല. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖകരമായ കാര്യം കൂടിയാണ് ഇപ്പോൾ നമുക്ക് അറിയിക്കാൻ കഴിയുന്നത്. ഏതായാലും ഫയർഫോഴ്സ് സംഘം സ്ട്രെച്ചറിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും ഇപ്പോൾ നടക്കുന്നത്. പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഒക്കെ ഇവിടെയുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും 11 മണിക്ക് തുടങ്ങിയ ഈ രക്ഷാദൗത്യം 2 മണിക്കൂർ പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വളരെ ആശങ്കപ്പെടുത്തുന്ന ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ സ്ട്രെച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മണിക്കൂർ നേരത്തെ രക്ഷാദൗത്യം വിഫലമായിരിക്കുന്നു. അടിക്കടി ഉണ്ടായ മണ്ണിടിച്ചിൽ കൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും ഈ രക്ഷാദൗത്യത്തിന് തടസ്സങ്ങൾ നേരിട്ടിരുന്നു. അതും ഒരു പക്ഷേ ഇതൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി മാറിയിരിക്കാം. ഏതായാലും 2 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തെത്തിച്ച് ഇപ്പോൾ മാറ്റുകയാണ്. അദ്ദേഹത്തിന് ജീവനില്ല എന്ന് തന്നെയാണ് ഇലഞ്ചറെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അഭിലാഷ് സ്ഥിരീകരിക്കുന്നത്. നെല്ലിക്കുന്നിൽ മണ്ണിടിഞ്ഞ് മരിച്ചത് ഇലഞ്ചറ എന്നല്ലേ അയാളുടെ പേര്? തീർച്ചയായിട്ടും ഇലഞ്ചർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇലഞ്ചറിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാളെ ഇപ്പോൾ സ്ട്രെച്ചറിലേക്ക് എടുത്ത് ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തന്നെ നടത്തുകയാണ്. എന്തായാലും ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു മണ്ണിടിച്ചിൽ, അശാസ്ത്രീയമായ മണ്ണെടുക്കുന്നു, അവിടെ കെട്ടിടം പണിയുന്നു. അതോടൊപ്പം തന്നെ സ്റ്റോപ്പ് മെമ്മോ അടക്കം ലംഘിച്ചുകൊണ്ട് അവിടെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആളുകളുടെ ആശങ്കകളൊക്കെ തള്ളിക്കൊണ്ട് തന്നെ അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവസാനം ഒരാളുടെ ജീവൻ പൊലിയുന്ന ഒരു നിലയിലേക്കും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന നിലയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇത്തരത്തിൽ നിരവധി കെട്ടിടങ്ങൾ ഈ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ കൂടി വരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ആളുകളോട് കരമടച്ച റെസീറ്റ് അടക്കം ചോദിച്ചു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം കൂടി അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് ഇപ്പോൾ ആംബുലൻസിന് സമീപത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കായിരിക്കും കൊണ്ടുപോകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും മരണം സ്ഥിരീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് രക്ഷപ്പെട്ട 2 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള സൂചനകൾ വരുന്നു. പക്ഷേ അവർക്ക് കാര്യമായ പരിക്കില്ല എന്നുള്ള ആശ്വാസകരമായ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും 2 മണിക്കൂർ നേരത്തെ രക്ഷാദൗത്യം അത് ഫലപ്രാപ്തിയിലെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാത്രമാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്.